ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയി ജീവിച്ചിരിപ്പുണ്ടെന്ന് വ്യക്തമാക്കി യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഫെബ്രുവരി 27 ആക്രമണത്തിൽ പരിക്കേറ്റ മുസ്തഫ ഖമനേയി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും രാജ്യത്തിന്റെ ഭരണപരമായ തീരുമാനങ്ങളിൽ ഇപ്പോഴും അദ്ദേഹം സജീവമാണെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. വിദേശകാര്യ സമിതിക്ക് മുൻപാകെ സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഫെബ്രുവരി 28 യു.എസും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ മുസ്തഫ ഖമനേയിക്ക് പരിക്കേറ്റിരുന്നു. ഈ ആക്രമണത്തിലാണ് അദ്ദേഹത്തിന്റെ പിതാവും പരമോന്നത നേതാവുമായിരുന്ന ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. ആയത്തുള്ള അലി ഖമനേയിയുടെ മരണത്തിന് പിന്നാലെയാണ് മുസ്തഫയെ ഇറാന്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തത്. ആക്രമണത്തിൽ പരിക്കേറ്റ മുസ്തഫ ഖമനേയിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഇതിനിടെ പല റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ. അതേസമയം ഫോറിൻ റിലേഷൻസ് കമ്മിറ്റിക്ക് മുൻപാകെ സംസാരിക്കുന്നതിനിടെ ഇറാനുമായുള്ള സമാധാന കരാറിനെക്കുറിച്ചും മാർക്കോ റൂബിയോ പ്രതികരിച്ചു. കരാർ ഇന്നോ നാളെയോ അല്ലെങ്കിൽ അടുത്തയാഴ്ചയോ സംഭവിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇറാന്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു തലത്തിൽ അദ്ദേഹം കൂടുതൽ സജീവമായി ഇടപെടുന്നുണ്ട് എന്നതിന്റെ സൂചനകൾ നിലവിലുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ആശയവിനിമയങ്ങളെല്ലാം തന്നെ പ്രസ്താവനകളിലൂടെയും ചില മധ്യസ്ഥർ വഴിയുമാണ് നടക്കുന്നത് എന്ന് റൂബിയോ സെനറ്റർമാരോട് പറഞ്ഞു. തന്റെ പിതാവിന്റെ മരണത്തെ തുടർന്ന് ഇറാന്റെ പരമോന്നത നേതാവായി ചുമതലയേറ്റ ശേഷം മുസ്തഫ ഖമനേയി ഇതുവരെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ട ചില രേഖാമൂലമുള്ള പ്രസ്താവനകൾ ഒഴിച്ചാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചോ രാജ്യത്തെ ഭരണത്തിൽ അദ്ദേഹത്തിന്റെ ദൈനംദിന പങ്കിനെക്കുറിച്ചോ വളരെ കുറഞ്ഞ വിവരങ്ങൾ മാത്രമാണ് പുറം ലോകത്തിന് ലഭ്യമായിരുന്നത്. യു.എസ്. ഇസ്രായേൽ ആക്രമണത്തിൽ മുസ്തഫ ഖമനേയിക്കും പരിക്കേറ്റിരുന്നു എന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ഈ പരിക്കുകൾ ഗുരുതരമല്ലെന്ന നിലപാടിലാണ് അവർ ഉറച്ചുനിന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിലുള്ള നയതന്ത്ര ചർച്ചകളുടെ അവസ്ഥയെക്കുറിച്ച് ഇരു രാജ്യങ്ങളും ചൊവ്വാഴ്ച പരസ്പര വിരുദ്ധമായ സൂചനകളാണ് നൽകിയത്. ചർച്ചകൾ പൂർണ്ണമായും തടസ്സപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആശയവിനിമയ മാർഗങ്ങൾ ഇപ്പോഴും സജീവമാണെന്ന് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ബന്ധം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്ന വാർത്തകളെ ട്രംപ് പൂർണ്ണമായി തള്ളിക്കളഞ്ഞത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനും യു.എസും തമ്മിലുള്ള ചർച്ചകൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവസാനിച്ചു എന്ന തരത്തിൽ പുറത്തുവരുന്ന വാർത്തകൾ തികച്ചും വ്യാജമാണ്. ഞങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ തുടർച്ചയായി നടക്കുന്നുണ്ട്. 4 ദിവസം മുൻപും 3 ദിവസം മുൻപും 2 ദിവസം മുൻപും ഇന്നലെയും ഇന്നുമായും ഈ ആശയവിനിമയങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ട്രംപ് കുറിച്ചു. ഈ ചർച്ചകൾ പൂർണ്ണമായ ഒരു വിജയത്തിലേക്ക് നീങ്ങുമെന്ന് യാതൊരു ഉറപ്പുമില്ലെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ നയതന്ത്ര നീക്കങ്ങൾ ഇപ്പോഴും ശക്തമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ചർച്ചകൾ എവിടേക്കാണ് നയിക്കുക എന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഞാൻ ഇറാനോട് വ്യക്തമാക്കിയതുപോലെ ഏതു വിധേനയും ഒരു കരാറിലെത്താനുള്ള സമയം നിങ്ങൾക്ക് അതിക്രമിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 47 വർഷങ്ങളായി നിങ്ങൾ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനി ഇങ്ങനെ മുന്നോട്ടു പോകാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും ഇറാൻ അനുകൂല മാധ്യമങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമാണ് പുറത്തുവിടുന്നത്. അമേരിക്ക മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ ഇറാൻ ഉദ്യോഗസ്ഥർ ഇപ്പോഴും പരിശോധിച്ചു വരികയാണെന്നും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി യു.എസ്. പ്രതിനിധികളുമായി നേരിട്ട് യാതൊരു ആശയവിനിമയം നടത്തിയിട്ടില്ലെന്നുമാണ് അവരുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വാഷിംഗ്ടൺ മുൻപ് പ്രഖ്യാപിച്ച ഉടമ്പടികളിലെ പ്രധാന വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇറാന്റെ ഭാഗത്തു നിന്നും കനത്ത അവിശ്വാസമാണ് നിലനിൽക്കുന്നത്. ഏപ്രിൽ മാസത്തിലുണ്ടായ വെടിനിർത്തൽ വ്യവസ്ഥകൾ യു.എസ്. ലംഘിച്ചുവെന്ന ആരോപണം ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.